വളരെ വളരെ വിലപ്പെട്ടതായിരുന്ന ഒരു മുല എനിക്കിന്ന് നഷ്ടപ്പെട്ടു. Hanging by a thread, lonesome, lonely as it gets, lost in, wandering in my head. I was sleeping, I was sleeping. You, honey, you got me hanging by a thread. അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായി ഈ പോങ്ങൻ ഭൗമവാസിയായി. ഇഹലോക ജീവിതം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, ആരോടും ആവശ്യപ്പെട്ടിരുന്നുമില്ല. ഭൂമിയിൽ ചെന്ന് ജീവിക്കാമെന്ന് ആർക്കെങ്കിലും വാക്കുകൊടുക്കുകയോ സ്വയം അങ്ങനെ ശപഥമെടുക്കുകയോ ചെയ്തിരുന്നുമില്ല. എന്നിട്ടും ഞാൻ ജനിച്ചു, എന്റെ അറിവോ സമ്മതമോ കൂടാതെ. എന്റെ അനുവാദം തേടാതെയും നേടാതെയും എന്നെ ഭൗമവാസിയാക്കിയതിനു പിന്നിൽ സുഭദ്ര ശിവരാമ ദമ്പതികളുടെ പ്രത്യുൽപാദന ശേഷിയാണെന്ന് പിൽക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞു. ജനിച്ചപ്പോൾ പക്ഷെ എനിക്കത് അറിയുമായിരുന്നില്ല. കാരണം കുട്ടിയെന്നു പോലും പറയാൻ കഴിയാത്തത്ര ശിശുക്കോലത്തിലായിരുന്നല്ലോ എന്റെ ജനനം. കാലിൽ തൂക്കി വവ്വാൽ കോലത്തിലാക്കിയ എന്റെ പുറത്ത് തല്ലിക്കരയിച്ചാണ് മനുഷ്യരുടെ കാണപ്പെട്ട ദൈവമായിട്ടുള്ള ഡോക്ടർ എന്നെ ഭൗമവാസിയാക്കുന്നത്. അന്നം തന്നിരുന്ന പുക്കിൽ കൊടി നിഷ്കരണം അയാൾ അറുത്തുമാറ്റുകയും ചെയ്തു. കരയാൻ മനസ്സില്ലാത്ത എന്നെ തല്ലിക്കരയിപ്പിക്കുകയും എന്റെ വയറ്റിലേക്ക് നേരിട്ട് ആഹാരം എത്തിച്ചിരുന്ന അന്നക്കൊടി അറുത്തുമാറ്റി എന്റെ കഞ്ഞിക്കുടി മുട്ടിക്കാൻ നോക്കുകയും ചെയ്തതിനോടുള്ള പ്രതിഷേധ സൂചകമായി മഴവില്ലാകൃതിയിൽ മൂത്രിച്ചുകൊണ്ട് എന്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു എന്നാണ് ചരിത്രം. അതായത് അന്യായങ്ങളോടുള്ള ഈ പ്രതികരണ തൊഴിലാളിയുടെ പ്രഥമ പ്രതിഷേധം മൂത്രധാര കൊണ്ടാണ് രചിക്കപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. എന്തായാലും തല്ലുകൊണ്ടും കരഞ്ഞും മൂത്രിച്ചും ക്ഷീണിച്ച ഈ പ്രതികരണ തൊഴിലാളിയുടെ ദാഹം കലർന്ന വിശപ്പിന് പൊടുന്നിനെ അറുതിയായി. വായ നിറയെ മധുരമുള്ള ദ്രവാന്നം. എന്റെ വളർച്ചയ്ക്കായി പ്രകൃതി വിളമ്പിയ ആദ്യത്തെ പാൽ വളം അമ്മിഞ്ഞ പാൽ ധാരാളമായി കുടിച്ചു. കണ്ടമാനം വളർന്നു. കൊല്ലം ചിലത് കഴിഞ്ഞ് എനിക്ക് പിന്നാലെ ഭൂജാതനായ അനുജനുള്ളതുകൂടി കുടിച്ചു വറ്റിക്കുമെന്ന നില വന്നപ്പോൾ അമ്മിഞ്ഞയിൽ ചെന്നിനായകം പുരട്ടി അമ്മ എന്നെ പാലൂട്ടി. അങ്ങനെ ആദ്യമായി അമ്മിഞ്ഞപ്പാൽ കഴിച്ചു. നാവിൽ നിന്നും ചെന്നിനായകം പാൽ മധുരത്തെ മായിച്ചു. എനിക്ക് പാൽവളം നൽകിയിരുന്ന അമ്മിഞ്ഞയെ ഞാൻ മറന്നു. പിന്നീട് അമ്മയുടെ അമ്മിഞ്ഞയെ ഓർക്കാൻ കാരണം അർബുദമാണ്. ചെന്നിനായകം മറപ്പിച്ച അമ്മിഞ്ഞയെ അർബുദം വന്ന് ഓർമ്മിപ്പിച്ചു. അമ്മയുടെ അമ്മിഞ്ഞയിൽ അർബുദം പിടിയിട്ടപ്പോഴാണ് അർബുദങ്ങളുടെ അമ്മയാണ് സ്തനാർബുദം എന്ന് പറയുന്ന ഒരു വിചാരം എന്റെ ഉള്ളിലുണ്ടായത്. കർത്താവ് ജനിക്കുന്നതിന് 500 വർഷം മുന്നേ പേർഷ്യയിൽ ചക്രവർത്തിയായി ജോലി ചെയ്ത് കൊട്ടാരം പോറ്റിയിരുന്ന മഹാനായ സൈറസിന്റെ മകളായ അറ്റോസ രാജകുമാരിയാണ് എന്റെ അറിവിലുള്ള ആദ്യ സ്തനാർബുദ. കർത്താവിന്റെ കുരിശുമരണം സംഭവിച്ച 2000 വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ മുത്തുപോങ്ങന്റെ മാതാവും ശേഷം കൊല്ലം സുധിയുടെ വിധവയായ രേണുവും യഥാക്രമം സ്തനാർബുദരായി. എന്തായാലും വൈദ്യശാസ്ത്രം ആരോഗ്യത്തോടെ കാണപ്പെടുന്നതിനാൽ രേണു സുധി അടക്കമുള്ള സ്തനാർബുദർക്ക് ഭയം വേണ്ട, ജാഗ്രത മതി. അർബുദത്തിന് സമർപ്പിക്കാനുള്ള സ്തനദാന ധനമാണ് അച്ഛൻ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. സാന്നിധ്യ സഹകരണമല്ലാതെ സാമ്പത്തിക സഹായം എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടേയില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. എന്റെ അനുവാദം തേടുകയും നേടുകയും ചെയ്യാതെ എന്നെ ഭൗമവാസിയാക്കിയതിനോടുള്ള പ്രതികാരം, അതുപോലെ തന്നെ ചെന്നിനായകം തേച്ചെന്റെ പാലുകൂടി മുട്ടിച്ചതിനോടുള്ള പ്രതിഷേധം, ഇവയിലൊക്കെ വക കൊള്ളിച്ചാണ് സ്തനദാന ധനത്തിൽ ഈ പോങ്ങൻ പങ്കുപറ്റാതിരുന്നത്. അല്ലാതെ പാപ്പരായത് കൊണ്ടല്ല. ഡിജിറ്റൽ കേരളത്തിലെ പ്രഥമ സൈബർ യാചകൻ എന്ന നിലയിൽ പോങ്ങൻ പാപ്പരാവുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന കാര്യം ഏവർക്കും അറിവുള്ളതാണല്ലോ. എന്തായാലും ഒരാഴ്ച നാവടിയാട്ടം നടത്താതെ പോങ്ങൻ മാറി നിന്നതിന്റെ കാര്യം ഇതുമാത്രമാണ്. Wandering in my head, I was sleeping, I was sleeping. You, honey, you got me
അമ്മയുടെ ഈ അർബുദ വിവരം പരസ്യമായി പറയരുതെന്ന് മുരുകൻ നിർദ്ദേശിച്ചിരുന്നതിനാലാണ് യഥാസമയം എനിക്കിവിടെ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ പറ്റാതെ പോയത്. ഏത് മുരുകനാണെന്ന സംശയം ആർക്കും വേണ്ട. എന്റെ ആത്മമിത്രമായ പരമന്റെ, അതായത് പരമശിവന്റെ പുത്രനാണ്. സാക്ഷാൽ പരമശിവന്റെ പുത്രനാണ് മുരുകൻ. അമ്മയുടെ അർബുദ വിവരം പരസ്യമാക്കുന്നത് തനിക്ക് ദുഷ്പേര് പകരുമെന്ന് മുരുകൻ പറഞ്ഞതിനാൽ ഇതുവരെ ഞാനത് മറച്ചുവെച്ചു. ചില വ്യവസ്ഥകളോടെ അർബുദ വിശേഷം ഇവിടെ പങ്കിട്ടോളാൻ മുരുകൻ അനുവദിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഇക്കാര്യം ഇവിടെ പറയുകയാണ്. എന്തുകൊണ്ട് മുരുകൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒളിച്ചു വെക്കാൻ നിർദ്ദേശിച്ചു എന്നുള്ള കാര്യം പിന്നാലെ പറയാം. തൽക്കാലം അമ്മയുടെ രോഗവിവരങ്ങൾ അന്വേഷിച്ച സകലരോടുമായി പറയാം. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. Anxious like a wreck. Water's rising, waves flooding in like a castaway. ഈ പോങ്ങൻ തലസ്ഥാന നഗരിയിലെത്തി സംസ്ഥാന നിരീക്ഷണം ആരംഭിക്കുകയും ചെയ്തു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, പ്രബുദ്ധ ചലച്ചിത്ര നവകേരളത്തെ സസൂക്ഷ്മം പോങ്ങൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയങ്ങൾ അർഹിക്കുന്ന ഭാഷയിൽ നാവടിയാട്ടം ഉടനടി ആരംഭിക്കുന്നതാവും. പോങ്ങ പ്രേക്ഷകരുടെ സഹനശേഷിക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഏവർക്കും സ്നേഹാദരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ അർബുദ രോഗികൾക്കും ആനന്ദാശ്വാസം ലഭിക്കട്ടെ. നമുക്കെല്ലാം നല്ലത് വരട്ടെ. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. Hanging by thread.